ഹായ് ഡിയവൻസ്, വെൽക്കം ടു ടൂൾസ് അക്കാഡമി. നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് HSI ഇംഗ്ലീഷിന്റെ സിലബസിലെ മൊഡ്യൂൾ നമ്പർ 1 കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം മൊഡ്യൂൾ നമ്പർ 1 എന്ന് പറയുന്നത് പോയിട്രി ആണ് എന്നും പോയിട്രിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യേണ്ടത്, നമ്പർ ഓഫ് ലൈൻസ്, നമ്പർ ഓഫ് സ്റ്റാൻസസ്, റൈമിംഗ് സ്കീം, സ്പീക്കർ, സെറ്റിംഗ് ഒക്കെ നമ്മൾ ഒരു എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്താണ് ഡിഫിക്കൽട്ട് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്? മൊഡ്യൂൾ നമ്പർ 1 ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ ഇതിൽ നോക്കാനായിട്ട് പോകുന്നത്. So, which historical event is alluded to in the poem Daddy? സിൽവിയ പ്ലാത്തിന്റെ ഡാഡി എന്ന് പറയുന്ന പോയം നമുക്കറിയാം, ഒരു വല്ലാത്തൊരു തീം കൺവേ ചെയ്യുന്ന ഒരു പോയാണ്. കാരണം ഒരു അച്ഛൻ മകൾ ബന്ധം, അതൊരു നമ്മൾ ഭയങ്കര ഡിവൈൻ ആയിട്ട് കാണുന്ന ഒരു ബന്ധവും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെയാണ്. പക്ഷെ അതിനെ വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പ്രസന്റ് ചെയ്യും, സ്വന്തം പിതാവിനെ ഒരു നാസിയോട് ഉപമിക്കുകയും ചെയ്യുന്ന ഒരു പോയമായിരുന്നു ഡാഡി എന്ന് പറയുന്ന ഈ ഒരു പോയം. പക്ഷെ ഈ ഒരു പോയത്തിനകത്തുള്ള ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആണ് ചോദിച്ചേക്കുന്നത്, ആൻഡ് ദാറ്റ്സ് വേൾഡ് വാർ സെക്കൻഡ്. അപ്പൊ നമ്മൾക്ക് ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ, ദാറ്റ് മീൻസ് ആ പോയത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. Next one, what is the central theme of A Valediction Forbidding Morning? വാലഡിക്ഷൻ ഫോർബിഡൻ മോർണിംഗ് എന്ന് പറയുന്ന പോയത്തിന്റെ സെൻട്രൽ തീം, എങ്ങനെയാണ് ഒരു പോയത്തിന്റെ സെൻട്രൽ തീം ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നത്? ഇങ്ങനെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നത് കൃത്യമായി നമ്മൾ സെൻട്രൽ തീം ഐഡന്റിഫൈ ചെയ്യുന്നത് ചില പോയത്തിന്റെ കേസസിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇത് നമുക്കറിയാം, the permanence of true love despite physical separation ഉണ്ടെങ്കിൽ പോലും അവരുടെ ഇടയിൽ ട്രൂ ആയിട്ടുള്ള ലവ് ആണെങ്കിൽ അത് പെർമനന്റ് ആയിരിക്കും എന്നതാണ് വാലഡിക്ഷൻ ഫോർബിഡൻ മോർണിംഗ് എന്ന് പറയുന്ന പോയത്തിന്റെ സെൻട്രൽ തീം ആയിട്ട് ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക, നമുക്ക് പഠിക്കാനുള്ള 22 പോയംസിന്റെയും സെൻട്രൽ തീമും ആ ഒരു അല്ലെങ്കിൽ ആ ഒരു പോയം ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആശയത്തെയും നമ്മൾ ഉറപ്പായിട്ടും പഠിക്കണം. What is the poem accused the colonizers in Aboriginal Australia? Aboriginal Australia എന്ന് പറയുന്ന പോയറ്റ് അക്യൂസ് ചെയ്യുന്നത്, കോളനൈസേഴ്സിനെ അക്യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഡിസ്ട്രോയിങ് ദ അബോറിജിനൽ വേ ഓഫ് ലൈഫ്. നമുക്ക് ഈ അപ്പൊ ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് അബോറിജിനൽസ് ആരാണ്, അല്ലെങ്കിൽ ഈ അബോറിജിനൽ ബൈ ഓസ്ട്രേലിയ എന്ന് പറയുന്ന പോയറ്റിലെ പ്രധാനപ്പെട്ട തീം ചോദിക്കാം, കോൺഫ്ലിക്റ്റ് ചോദിക്കാം, എല്ലാം ചോദിക്കാം. പക്ഷെ ഇത് കുറച്ചും കൂടെ ഇൻഡെപ്ത് സ്റ്റഡിയിലേക്ക് പോയാൽ മാത്രമാണ് എന്തുകൊണ്ടാണ് the poet accuses the colonizers of in Aboriginal Australia, എന്തുകൊണ്ട്, അത് ആ ഒരു ഇൻഡെപ്ത് സ്റ്റഡിയിൽ മാത്രമാണ് നമുക്ക് അതിന്റെ ആൻസർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. What natural phenomenon does Arnold describe at the beginning of the poem? ഞാൻ പറഞ്ഞിരുന്നില്ലേ, പോയറ്റിന്റെ ക്ലോസിംഗ് ലൈൻസ്, ബിഗിനിങ്ങിൽ പറയുന്ന സെറ്റിംഗ്, പോയറ്റിന്റെ സെറ്റിംഗ്, സ്പീക്കർ, അവരുടെ ഇമോഷൻസ്, അവർ കൺവേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് നാച്ചുറൽ ഫിനോമിനയാണ് മാത്യു ആർണൾഡ് തന്റെ ഡവർ ബീച്ച് എന്ന് പറയുന്ന പോയത്തിന്റെ ബിഗിനിങ്ങിൽ കൊടുത്തിട്ടുള്ളത്? സൺസെറ്റ്, മൂൺറൈസ്, ടൈഡ് കമ്മിങ് ഇൻ, എ തണ്ടർസ്റ്റോം, ഒരു ടൈഡ് കമ്മിങ് ഇൻ. അപ്പൊ നമുക്ക് ആ പോയത്തിന്റെ ബിഗിനിങ് ലൈൻ കാം ടു നൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ബീച്ച് സൈഡും ആ ഒരു പറയുന്ന ലൈൻസും, ആ കാം ടു നൈറ്റ് എന്ന് പറയുന്ന ലൈൻസിൽ പോലും ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ സമയത്തെ സൂചിപ്പിക്കുന്നുണ്ട്, കാം ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നുണ്ട്. സോ ഒരു പോയട്രിയിലെ ഈച്ച് ആൻഡ് എവറിത്തിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് പറയുന്ന ഫിനോമിനാസ്, കൺസെപ്റ്റ്സ്, ഇൻസിഡൻസ് എല്ലാം നിങ്ങൾ നോക്കണം. In A Prayer for My Daughter, what kind of qualities does the speaker wish his daughter to have? Prayer for My Daughter എന്ന് പറയുന്ന പോയറ്റില് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് തന്റെ മകൾക്ക് വേണം എന്ന് പോയറ്റ് ആഗ്രഹിക്കുന്നത്? അത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. നമുക്കൊരു പോയറ്റിന്റെ ഒരൊറ്റ ലൈൻ വായിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പോയറ്റിന്റെ ഒരു സമ്മറി അറിയാവുന്നത് കൊണ്ടോ നമുക്ക് ചിലപ്പോൾ ഈ ആൻസർ എഴുതാൻ പറ്റിയെന്ന് വരത്തില്ല. അതിന്റെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള അനാലിസിസ്, അതിൻ്റെ അകത്തുള്ള ഈച്ച് ആൻഡ് എവറി പോയിന്റ്സിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. വെൽത്ത്, ഫെയിം, ബ്യൂട്ടി, ചാം, വിസ്ഡം, ഇന്നർ പീസ്, സ്ട്രെങ്ത്, കറേജ്. വിസ്ഡവും ഇന്നർ പീസുമാണ് തന്റെ മകൾക്ക് വേണ്ട 2 ക്വാളിറ്റീസ് എന്ന് സ്പീക്കർ ആഗ്രഹിക്കുന്നത്. The wife in home burial is deeply affected by her husbands. നമ്മുടെ ഹോം ബറിയൽ എന്ന് പറയുന്ന പോയിന്റിനകത്ത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റും ഒരു ഫ്യൂണറലുമായിട്ട് നടക്കുന്ന ലൊക്കേഷനും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. എന്ത്
കാര്യത്തിനോട് വെച്ചിട്ടാണ് ഈ വൈഫ് ഹസ്ബൻഡിനോട് ആർഗ്യൂ ചെയ്യുന്നത്. ഹസ്ബൻഡിന്റെ ഇൻഡിഫറൻസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഗ്രീഫ്, അവരുടെ ഇമോഷൻസും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെ ആ ഭർത്താവിനെ പറ്റാണ്ട് വരുമ്പോഴാണ് അവർക്ക് ദേഷ്യം വരുന്നത്. ഹൗ ഡസ് ദ പോയം ഹോം ബെറിയൽ എക്സ്പ്ലോർ ദ തീം ഓഫ് കമ്മ്യൂണിക്കേഷൻ? അതായത് നമ്മൾ ആ പോയത്തിന്റെ തീം അല്ല ചോദിച്ചേക്കുന്നത്, എങ്ങനെയാണെന്നാണ്. ത്രൂ ദ കപ്പിൾസ് ഇൻഎബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതേഴ്സ് ഗ്രീഫ്. നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും, വെദർ ഇറ്റ് ഇസ് എൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, വെദർ ഇറ്റ് ഇസ് എ ഫ്രണ്ട്ഷിപ്പ്, അവർക്കിടയിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാൻ സാധിക്കും. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഈ തീം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്? കപ്പിൾസിന്റെ ഇന്നബിലിറ്റിയിലൂടെയാണ്. കപ്പിൾസ് ഇന്നേബിൾ ആണ്, പരസ്പരമുള്ള ആശയങ്ങൾ, പരസ്പരമുള്ള ഇമോഷൻസ് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ കമ്മ്യൂണിക്കേഷന്റെ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ഇഷ്യൂസ് ആണ് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. Phrase forever warm and still to be enjoyed, forever painting and forever young reflects what aspects of Ern's imagery? Order and creation Ern എന്ന് പറയുന്ന പോയത്തിലെ ഈ ഒരു ഫ്രേസ് നമ്മൾ എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോയിട്രിയിലെ ഫ്രേസസ് ഒക്കെ നോക്കണം, വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു ലൈൻ സൂചിപ്പിക്കുന്നത് പെർമനൻസ് ഓഫ് ആർട്ട് ആണ്. In the sonnet, what does Milton mean by that one talent which is death to hide? His artistic talent. ഈ ഓണസ്റ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന പോയത്തിനകത്ത് തന്നെ മിൽട്ടൺ തന്റെ ആർട്ടിസ്റ്റിക് ടാലന്റിനെ കുറിച്ച്, തന്റെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയെ കുറിച്ചിട്ടൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസിൽ നിന്നും നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എന്ന് മാത്രമല്ല, ഏത് ലെവൽ വരെ നമ്മൾ പഠിക്കണം, ഏത് ലെവൽ വരെ നമ്മൾ ചിന്തിച്ച് പോകണം എന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡി തന്നെ പോയിട്രിയുടെ ഭാഗത്ത് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ കൂടിയിട്ടാണ്. താങ്ക് യു സോ മച്ച്.